ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങൾക്കിടയിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ബഹ്റൈനിൽ നടക്കുന്ന ഏഷ്യ സഹകരണ സമ്മേളനത്തിൽ ധാരണ. പരസ്പര സഹകരണത്തിലൂടെ വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാണ് പുതിയ പദ്ധതി. ബഹ്റൈനിൽ നടക്കുന്ന 12ാമത് ഏഷ്യ സഹകരണ ചർച്ചാ സമ്മേളനമാണ് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം ശക്തമാക്കാൻ പുതിയ പദ്ധതികൾ ആലോചിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കാൻ കഴിയുന്ന വിധം ഏഷ്യൻ രാജ്യങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് മന്ത്രിതല സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അഭിപ്രായപ്പെട്ടു. വ്യവസായം, പരിസ്ഥിതി സൗഹൃദ ടൂറിസം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അംഗരാജ്യങ്ങൾക്കിടയിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇൻട്രാ ഏഷ്യൻ ടൂറിസം എന്ന പദ്ധതിയും ബഹ്റൈൻ നിർദ്ദേശിച്ചു. പുതിയ നിക്ഷേപാവസരങ്ങളും ജോലി സാധ്യതകളും സൃഷ്ടിക്കുന്ന വിധമാവും പദ്ധതിക്ക് രൂപം നൽകുക. ഇന്ത്യക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുമെന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് അമൃത ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ടൂറിസം സഹകരണവും ടൂറിസം പ്രൊമോഷനും എല്ലാം ഉൾപ്പെടുന്നതാണ്. അത് നോളജി ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അതുപോലെ ഇന്ത്യക്ക് താല്പര്യമുള്ള ടൂറിസത്തിൻ്റെ കാര്യങ്ങളുണ്ട്. സാങ്കേതിക ശാസ്ത്രീയ ബന്ധങ്ങളിൽ ഇന്ത്യ ഇതിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ADC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഏഷ്യ സഹകരണ ചർച്ചാ സമിതിയിൽ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങളാണ് നിലവിലുള്ളത്. ഈയിടെ തുർക്കി കൂടി അംഗമായതോടെയാണ് അംഗസംഖ്യ 33 ഉയർന്നത്. ഏഷ്യൻ സഹകരണ സമ്മേളനം നടക്കുന്ന റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നിന്നും KT നൗഷാദ്, അമൃത ന്യൂസ്.